ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡാനി. അപ്പോൾ നമ്മൾ ദേവദൂതൻ മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 2000 ഇറങ്ങിയ പടത്തിൻ്റെ റിവ്യൂ എന്നൊക്കെ പറയാൻ വേണ്ടി ഓക്കെ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി വന്നത്. ഞാൻ ഈ പടം സത്യത്തിൽ കാണുന്നത് തന്നെ കഴിഞ്ഞ വർഷമാണ്. കുറച്ച് എനിക്കങ്ങാണ്ട് വയ്യാതിരുന്ന സമയത്തെങ്ങാണ്ട് ഫോണിൽ യൂട്യൂബിൽ കൂടെ കണ്ടാണ് കുറച്ച് ഓടിച്ചോടിച്ചിട്ടൊക്കെ കണ്ടത്. കുറേ ഭാഗങ്ങളാണ് ഉറങ്ങിപ്പോവുകയും ചെയ്തായിരുന്നു. അപ്പോൾ അതങ്ങനെ ആ പടം തിയേറ്ററിൽ തന്നെ കാണുവാനിടയായി. പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ട കാര്യങ്ങൾ കാണാൻ വന്നതൊരു 80-85% ആൾക്കാർ ഈ പടം കണ്ടിട്ടില്ല. അതല്ലേ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മിക്ക ആൾക്കാർ ഈ പടം കാണാത്തവരാ കൂടുതലും. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ തുടക്കം തന്നെ ആ ഒരു മ്യൂസിക് വരുമ്പോൾ തന്നെ ഉള്ള കയ്യടിയും കൂവലും, ആഹാ, ഒരു വല്ലാത്ത നമുക്കൊരു ഭയങ്കര ഒരു രോമാഞ്ചം തന്നെയായിരുന്നു അതിൻ്റെ ഓരോ സീനും. പിന്നെ അതിനകത്ത് എടുത്തു പറയാനുള്ളത് നമ്മുടെ ജഗതി ചേട്ടൻ്റെ കുറച്ച് പോർഷൻസും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റണ്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ, മ്യൂസിക്കിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. എങ്ങനായാലും നല്ല രീതിയിലാണ് അവർ പൈസ എറിഞ്ഞ് തന്നെ കളിച്ചത്. എങ്ങനായാലും കുറച്ച് നല്ല എമൗണ്ട് അവർ ചിലവാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ആ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാലം തെറ്റി ഇറങ്ങിയതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ആ പടത്തിന് ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ കണ്ടത് ബിഗ് സ്ക്രീനിൽ കാണുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് ഞാൻ പറയാനറിയാലോ, വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാൻ സീരിയസ്ലി പറയാലോ, എനിക്ക് ശരിക്കും ഒരു ഇതായിപ്പോയി ആ ലാലേട്ടനെയൊക്കെ സ്ക്രീനിൽ കാണാനും. പിന്നെ പാട്ടുണ്ടല്ലോ, എൻ ജീവനെ എന്നൊക്കെ പറയുന്നത്, എന്ത് രസമെന്നറിയോ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനാണ്. പിന്നെ പൂവേ പൂവേ, അതിനകത്ത് ലാലേട്ടൻ്റെ ആ സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, അവിടെ കേൾപ്പോൾ എല്ലാവരും കൊണ്ട് എണ്ണീച്ചെന്തോ കയ്യടിയും കൂലും ഒക്കെ ആയിരുന്നു എന്നറിയോ. സത്യം പറയാലോ, നിങ്ങൾ ഫാമിലി ആയിട്ടുള്ള ഇതിനെക്കുറിച്ച് കൂടുതൽ വർണ്ണിച്ച് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ കാലഘട്ടത്തിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, ഇച്ചിരി മുതിർന്ന ടീംസൊക്കെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളൊക്കെ ആയിട്ട് പോയി പടം ഒന്ന് കാണുക, രസമായിരിക്കും. സത്യം പറയല്ലോ, എല്ലാവരും ആ പടം എന്തായാലും തിയേറ്ററിൽ പോയി കാണണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പോൾ റയൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ അത് കാണാതെ ആദ്യം പോയി കണ്ടതാണ്. പിന്നീടാണ് ആ പടം കണ്ടത് തന്നെ, ധനുഷിൻ്റെ പടം. ഞാൻ അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, സത്യം പറയാലോ, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എൻ്റെ ഫാമിലി ഫുള്ള് ലാലേട്ടൻ എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. എൻ്റെ ചേട്ടനാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ കൂടുതലും ഞാൻ ഡയഹൈഡ് ഫാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാക്കോച്ചൻ്റെ ഫാനാണ്. ചാക്കോച്ചൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചേട്ടച്ചാർക്കും ഇപ്പോൾ എന്താ പറയണ്ടേ, അവർ ചിലപ്പോൾ എനിക്ക് ഉറപ്പാണ് ലണ്ടനിലൊക്കെ പോയിരുന്ന ആ പടമൊക്കെ കാണാം. എന്തൊക്കെ വന്നാലും ലാലേട്ടൻ്റെ സ്ഫടികം അവൻ പോയി കണ്ടായിരുന്നു. പിന്നെ മണിച്ചിത്രത്താഴൻ്റെ ട്രെയിലറും ഇതിൽ കാണിക്കുന്നുണ്ട്. അതും ഒരു നല്ലൊരു ഇതാണ്. എന്തായാലും എന്താ പറയണ്ടേ, ടൈം വേസ്റ്റ് ചെയ്യണ്ട, നിങ്ങൾ പോയി കാണുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പം പഴയ ദേവദൂതനായിട്ട് കുറച്ചൊക്കെ കട്ടിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പടം കണ്ടു, അടിപൊളി. ഓക്കെ, ബൈ, ലവ് യു ഓൾ.